Hello everyone, all are welcome to our channel PC Capsule. Today we are going to discuss the English question paper of LD Clerk examination. Do share, like and subscribe our channel. Stay positive, work hard, make it happen. Let's start. Question number 1. The comparative form of little is options less, more little, most little, least. Answer is option A, less. കമ്പാരറ്റീവ് ഫോം എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവിൽ വരുന്ന 3 കാറ്റഗറി, അഡ്ജക്റ്റീവിൽ 3 കാറ്റഗറി ഉണ്ട്, പോസിറ്റീവ്, കമ്പാരറ്റീവ് ആൻഡ് സൂപ്പർലേറ്റീവ്. അതിൽ കമ്പാരറ്റീവ് ഫോമാണ് ചോദിച്ചിട്ടുള്ളത്. കമ്പാരറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദർ മസ്റ്റ് ബി 2 തിങ്സ് ടു കമ്പയർ ചെയ്യാൻ. എന്തെങ്കിലും രണ്ട് വ്യക്തികളാവാം, രണ്ട് സ്റ്റേറ്റ് ആവാം, എന്തെങ്കിലും രണ്ട് കാര്യങ്ങളെ തമ്മിൽ കമ്പയർ ചെയ്യുന്നതിനാണ് നമ്മൾ കമ്പാരിഷൻ എന്ന് പറയാം. സോ ഹിയർ കമ്പാരറ്റീവ് ഡിഗ്രിയാണ് ചോദിച്ചിട്ടുള്ളത്. ലിറ്റിൽ എന്ന വേർഡിന്റെ കമ്പാരറ്റീവ് ഫോം. ആൻസർ ഐ ഹാവ് സെഡ് ഓൾറെഡി, ദാറ്റ് ഈസ് ലെസ്. സോ ഞാനൊരു എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് മനസ്സിലാവും. ദ കാർ ഈസ് ലെസ് എക്സ്പെൻസീവ് ദാൻ ദാറ്റ് വൺ. ഹിയർ ഞാൻ ഇപ്പൊ പറഞ്ഞ സെന്റൻസ് നോക്കുന്നുകൂടെ. ദ കാർ ഈസ് ലെസ് എക്സ്പെൻസീവ് ദാൻ ദാറ്റ് വൺ എന്നുള്ള സെന്റൻസിൽ ഈ കാർ എന്താണ്, മറ്റു കാറിനേക്കാളും എക്സ്പെൻസീവ് ആണ്, ലെസ് എക്സ്പെൻസീവ് ആണ്. സോ ഹിയർ വി ആർ കമ്പയറിംഗ് 2 തിങ്സ് അല്ലെ, രണ്ടെണ്ണത്തിൽ നമ്മൾ കമ്പയർ ചെയ്യാണ്, രണ്ട് കാറിനെ. അപ്പൊ അതുപോലെ കമ്പയർ ചെയ്യാൻ ഈ ലിറ്റിൽ എന്ന വേർഡ് നമ്മൾ കമ്പാരറ്റീവ് ഫോമിൽ പറയുമ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് സ്യൂട്ട്, അല്ലെങ്കിൽ ലിറ്റിലിന്റെ കമ്പാരറ്റീവ് ഫോം ഏതാണ്? ദാറ്റ് ഈസ് ലെസ്. Question number 2. Find out the word which best expresses the meaning of the given word extricate. Extricate എന്നുള്ള മീനിങ് വന്നിട്ടുള്ള ഓപ്ഷൻസ് ഏതാണ്? എക്സ്ട്രിക്കേറ്റ് എന്നാൽ ടു മാനേജ് സംതിങ് ഫ്രീ, എന്തെങ്കിലും നമ്മൾ ഫ്രീ ആയിട്ട് കൈകാര്യം ചെയ്യുക, അല്ലെങ്കിൽ ഫ്രീ എന്നുള്ള മീനിങ് തന്നെയാണ് എക്സ്ട്രിക്കേറ്റിന്. സോ ഓപ്ഷൻ സി ഡയറക്ട്ലി ഇവിടെ ഉണ്ട്. ഓപ്ഷൻ സി ഈസ് ദ ആൻസർ. തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കൂ. ടൈ, പുൾ, പിന്നെ ഓപ്ഷൻ ഡിയിൽ തന്നിട്ടുള്ളത് ഹേർട്ട്. അപ്പം ഫ്രീ എന്നുള്ള മീനിങ്ങുകൾ ഇതുമായിട്ട് നമുക്ക് ഇതുമായിട്ട് വരില്ലല്ലോ. ടൈ എന്ന് പറഞ്ഞാൽ കെട്ടുക, പുൾ എന്ന് പറഞ്ഞാൽ തള്ളുക, ദെൻ ഹേർട്ട് എന്ന് പറഞ്ഞാൽ വേദനിപ്പിക്കുക. സോ ഓപ്ഷൻ സി ഈസ് ദ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 3. ഫൈൻഡ് ഔട്ട് കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. Ambiguity. Ambiguity means something that can be understood in more than one way. So other options A, B, D ഇവിടെ എല്ലാം സ്പെല്ലിങ്ങുകൾ റോങ് ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഇനാഗുറേഷൻ എന്നാണ് ഫസ്റ്റ് ഓപ്ഷൻ ഉദ്ദേശിച്ചത്, ബട്ട് ഹിയർ സ്പെല്ലിംഗ് ഈസ് റോങ്. ഓപ്ഷൻ ബിയിൽ ഡെറ്ററന്റ് എന്ന വേർഡ് ആണ്, സ്പെല്ലിംഗ് ഈസ് റോങ്. ഓപ്ഷൻ ഡി എ യുറേക്ക, അവിടെ സ്പെല്ലിംഗ് റോങ് ആണ്. Question number 4. I cannot dash his behavior. Option put up with, put out, put on, put aside. Answer option A, put up with. പുട്ട് അപ്പ് വിത്ത് എന്നാൽ ടോളറേറ്റ്, സഹിക്കുക എന്നുള്ളതാണ്. സോ ഐ കൻ നോട്ട് ഡാഷ് ഹിസ് ബിഹേവിയർ, എനിക്ക് അവന്റെ ആ ഒരു ബിഹേവിയർ പറ്റുന്നില്ല. സോ ടോളറേറ്റ് എന്ന മീനിങ് വരുന്ന പുട്ട് അപ്പ് വിത്ത് ഈ ഫ്രേസൽ വെർബാണ് ആൻസർ. ദെൻ പുട്ട് ഓൺ, അതർ ഓപ്ഷൻസ് നോക്കി കഴിഞ്ഞാൽ പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ ധരിക്കുക, പുട്ട് ഔട്ട് എക്സ്റ്റിക്യൂഷ് തീ അണയ്ക്കുക, പുട്ട് അസൈഡ് എന്ന് പറഞ്ഞാൽ ടു സേവ് എസ്പെഷ്യലി മണി ഓർ ഫുഡ്. സോ ആപ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ A, put up with. I cannot put up with his behavior. Question. A group of animals of the same type that live and feed together is known as. Options fleet, swarm, team, herd. Answer option D, herd. Question meaning ഒരു കൂട്ടം ആനിമൽസ് അവര് ഒരേ ടൈപ്പുള്ള ആനിമൽസ് എല്ലാവരും ഒരുമിച്ച് ജീവിക്കുക, ഒരുമിച്ച് കഴിക്കുക, അതിനെ പറയുന്ന ഗ്രൂപ്പിനെ പറയുന്ന പേരാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ദെൻ അതർ ഓപ്ഷൻസ്, ഫ്ലീറ്റ് എന്ന് പറഞ്ഞാൽ എ ഗ്രൂപ്പ് ഓഫ് ഷിപ്പ്, ഒരു കൂട്ടം കപ്പല്, ഒരു ഗ്രൂപ്പ് ഓഫ് ഷിപ്പിനെയാണ് ഫ്ലീറ്റ് എന്ന് പറയാം. ദെൻ നെക്സ്റ്റ് ഓപ്ഷൻ സ്വാം എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഓഫ് ബീസിനെയാണ് സ്വാം എന്ന് പറയുന്നത്. ടീം നമുക്കറിയാം, നമ്പർ ഓഫ് പീപ്പിൾ ഹു ആർ ടുഗദർ, ഒരുമിച്ചുള്ള ജസ്റ്റ് ഒരു 1-2 പേര് കൂടി ഒരു ടീം ചേരില്ലേ, അതിനെയാണ് ടീം എന്ന് പറയുന്നത്. സോ ഹിയർ എ ഗ്രൂപ്പ് ഓഫ് ആനിമൽസ് ഓഫ് സെയിം ടൈപ്പ് ദാറ്റ് ലിവ് ആൻഡ് ഫീഡ് ടുഗദർ ഈസ് നോൺ ആസ് ഹേർഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് എഴുതാനുള്ളതാണ്. റിപ്പോർട്ട് ദ ഫോളോയിങ് സെന്റൻസ്. രാജു സേസ് ഐ ആം എ ഫാർമർ. ഓപ്ഷൻസ്. Raju said that he was a farmer. Raju says that he was a farmer. Raju says that he is a farmer. Raju said that he is a farmer. Answer is option C. Raju says that he is a farmer. Reported speech എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടു പേര് തമ്മിൽ സംസാരിച്ചൊരു കാര്യം മൂന്നാമതൊരാളോട് പറയാണ്. ഹിയർ രാജു തന്നെ പറയുന്ന ഒരു കാര്യമാണ്, രാജു മാത്രമേ ഉള്ളൂ. രാജു എന്താ പറയണത്? ഐ എം എ ഫാമർ ആണെന്ന് പറഞ്ഞു. സോ അത് കേട്ട നമ്മൾ മറ്റൊരാളോട്
ഒരു തേർഡ് പേഴ്സണോട് നമ്മൾ പറയാണ് രാജു പറഞ്ഞു രാജു ഒരു ഫാർമർ ആണെന്ന്. സോ അതിന്റെ ടെൻസ് നോക്കുമ്പോൾ ഇവിടെ ആം ആണ്, ആം മാറി വാസ് ആവും, പാസ്റ്റ് ആയിട്ട് എഴുതണം. സോ ഹിയർ രാജു സേസ് ദാറ്റ് ഹി വാസ് എ ഫാർമർ. ദാറ്റ് ഈസ് ദ ആൻസർ. They would win, they will have win, they will win. Answer option A, they would have won. ഹിയർ ക്വസ്റ്റിന്റെ മീനിങ് എന്താണ്? സച്ചിൻ കളിച്ചിരുന്നെങ്കിൽ ഞങ്ങൾക്ക്, പിന്നെ ബാക്കിയുള്ള നമ്മൾ പൂരിപ്പിക്കണം. ഇവിടെ സെന്റൻസിൽ ഇഫ് കാണാം, ഹാഡ് ഉണ്ട്, അതുപോലെ വെർബിന്റെ 3 യൂസേജ്, V3 ഫോം യൂസേജ് നമുക്ക് കാണാം അല്ലെ. ഇഫ് ഉണ്ട്, ഹാഡ് ഉണ്ട്, ദെൻ പ്ലേഡ് എന്നുള്ളത് കാണാം. സോ ഇതുപോലെ ഇഫ് പ്ലസ് ഹാഡ് പ്ലസ് V3 ഫോം ആണെങ്കിൽ നെക്സ്റ്റ് സെന്റൻസ് വുഡ് പ്ലസ് ഹാവ് പ്ലസ് V3 ഇതടങ്ങിയ ഒരു സെന്റൻസ് ആയിരിക്കും വരിക. സോ ഹിയർ ആൻസർ ഓപ്ഷൻ എ ആണ്. ദേ കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള എന്താണ്? വുഡ് ഉണ്ട്, ഹാവ് ഉണ്ട്, വൺ ഉണ്ട്. വൺ എന്ന് പറഞ്ഞാൽ V3 ഫോം ആണ് വിന്നിന്റെ. സോ ദേ വുഡ് ഹാവ് വൺ ഈസ് ദ ആൻസർ. ഹാപ്പിനെസ് കൺസിസ്റ്റ് ലാർജ്ലി ഡാഷ് കണ്ടംനന്റ്. അതാണ് 8th ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ഓൺ, ഓഫ്, ഇൻ, ഫോർ. ആൻസർ ഈസ് ഓപ്ഷൻ സി, ഇൻ. ഹിയർ നമ്മൾ ജസ്റ്റ് മീനിങ് മനസ്സിലാക്കുക, എന്നാൽ മാത്രമേ അതേതാണ് അവിടെ ആഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയുള്ളൂ. സന്തോഷം, കണ്ടംനന്റ് എന്ന് പറഞ്ഞാൽ സാറ്റിസ്ഫാക്ഷൻ എന്നുള്ള അർത്ഥമാണ്. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹാപ്പിനെസ് കൺസിസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഹാപ്പിനെസ് സന്തോഷം അടങ്ങിയിരിക്കുന്നത് സാറ്റിസ്ഫാക്ഷനിലാണ്. നമ്മൾ സാറ്റിസ്ഫൈഡ് ആയാലാണ് അതിൽ സന്തോഷം എന്നുള്ളൊരു മീനിങ്. സോ ഇൻ ഈസ് ദ ആൻസർ. 9th question. Nobody want to be poor. Its question tag is dash. Options does they, do they, don't they, doesn't they. Answer option B, do they. Question tag എന്നാൽ ഒരു സെന്റൻസിനോട് വീണ്ടും അങ്ങനെയല്ലേ എന്ന് ചോദിക്കുകയാണ്. അതിനാണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുക. ഹിയർ നോബഡി വാണ്ട് ടു ബി പോർ, ആർക്കും പോർ ആവാൻ പറ്റില്ല എന്നുള്ള സെന്റൻസിനെ പറ്റുകയില്ലേ എന്നൊന്നുകൂടി ചോദിക്കുകയാണ്. സോ ഇങ്ങനത്തെ സെന്റൻസ് വരുമ്പോൾ ക്വസ്റ്റ്യൻ ടാഗ് എഴുതാൻ നമ്മൾ ആദ്യം അതിന്റെ ടെൻസ്, അതായത് വെർബിന്റെ ഫോം ആദ്യം അറിയണം. അതനുസരിച്ചാണ് ഡു ആണോ ഡിഡ് ആണോ ഡസ് ആണോ എന്ന് നമ്മൾ ആദ്യം കൺഫേം ചെയ്യുക. ഇവിടെ നോബഡി വാണ്ട് ടു ബി പോർ എന്നുള്ളതിൽ വാണ്ട് എന്നുള്ളത് V1 ഫോം ആണ്. V1 ഫോം ആണെങ്കിൽ ഡു ആയിരിക്കും ആൻസർ. സോ ഡു ദേ ഈസ് ദ ആൻസർ. 10th question. Who is a misogynist? Options a man who loves women, a man who hates women, a man who hates men, a man who loves animal. Here misogynist means, misogynist എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകളെ വെറുക്കുന്ന പുരുഷന്മാർക്ക് പറയുന്ന ഒരു പേരാണത്. സോ ഓപ്ഷൻ ബി is the answer. Misogynist means a man who hates women. Question number 11. Belladonna means options a handsome man, a beautiful bird, a pretty woman, a cute boy. Answer option C, a pretty woman. Pretty woman എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബെല്ലഡോന എന്നാണ് പറയുക. That is a Latin word. Question number 12. Manu showed no sympathy towards the poor. His attitude was full of dash. Options empathy, antipathy, allopathy, apathy. Answer is option D, apathy. ഇവിടെ സെന്റൻസ് നോക്കൂ. മനു ഷോഡ് നോ സിമ്പതി ടുവേർഡ്സ് ദ പുവർ. പുവർ പീപ്പിളിനെ കാണുമ്പോൾ മനുവിന് എന്താണ്? സിമ്പതി കാണിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള അവർക്ക് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡിന് പറയുന്ന ഒരു പേരെന്താണ്? സോ ഹിയർ എമ്പതി എന്ന് പറഞ്ഞാൽ സഹാനുഭൂതി എന്ന അർത്ഥം, അതെന്തായാലും വരില്ല. ദെൻ ആന്റിപ്പതി എന്ന് പറഞ്ഞാൽ വിരോധം എന്നാണ് അർത്ഥം, അതും വരില്ല. അലോപ്പതി വരില്ല, ദാറ്റ് ഈസ് എ ട്രീറ്റ്മെന്റ്. ദെൻ അപ്പതി എന്ന് പറഞ്ഞാലാണ് അനുകമ്പ ഇല്ലാത്ത എന്നൊരു മീനിങ് വരിക. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, അപ്പതി. ഇവിടെ സെന്റൻസ് നോക്കൂ. മനു ഷോഡ് നോ സിമ്പതി ടുവേർഡ്സ് ദ പുവർ. പുവർ പീപ്പിളിനെ കാണുമ്പോൾ മനുവിന് എന്താണ്? സിമ്പതി കാണിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള അവർക്ക് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡിന് പറയുന്ന ഒരു പേരെന്താണ്? സോ ഹിയർ എമ്പതി എന്ന് പറഞ്ഞാൽ സഹാനുഭൂതി എന്ന അർത്ഥം, അതെന്തായാലും വരില്ല. ദെൻ ആന്റിപ്പതി എന്ന് പറഞ്ഞാൽ വിരോധം എന്നാണ് അർത്ഥം, അതും വരില്ല. അലോപ്പതി വരില്ല, ദാറ്റ് ഈസ് എ ട്രീറ്റ്മെന്റ്. ദെൻ അപ്പതി എന്ന് പറഞ്ഞാലാണ് അനുകമ്പ ഇല്ലാത്ത എന്നൊരു മീനിങ് വരിക. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, അപ്പതി. 13th question. Replace the words in the italics with one word. The cross was made sacred by the death of Jesus on it. Here തന്നിട്ടുള്ള സെന്റൻസിൽ ഇറ്റാലിക്സിൽ 2 വേർഡ് കൊടുത്തിട്ടുണ്ട്, മെയ്ഡ് സാക്രഡ് എന്നുള്ളത്. ആ വേർഡ് അവിടെ മാറ്റി ഓപ്ഷനിൽ നിന്ന് മാപ്റ്റ് ആയിട്ടുള്ള മറ്റൊരു വേർഡ് തിരഞ്ഞെടുത്ത് എഴുതുക. ഓപ്ഷൻസ് ബാപ്റ്റിസൈസ്ഡ്, സാങ്ക്ടിഫൈഡ്, ക്രൗൺഡ്, ഡെക്കറേറ്റഡ്. ആൻസർ ഓപ്ഷൻ ബി, സാങ്ക്ടിഫൈഡ്. ഹിയർ സെന്റൻസിലെ മീനിങ് നോക്കാം. The cross was made sacred by the death of Jesus on it.
ക്രിസ്തുവിന്റെ മരണത്തിന് ശേഷം ക്രിസ്തു കുരിശിൽ മരിച്ചു. അപ്പോൾ ആ ഒരു മരണത്തിന് ശേഷം കുരിശിനെ എന്തായിട്ടാണ് കാണുന്നത്? അതാണ് അവിടെ മെയ്ഡ് സാക്രഡ് ആയിട്ടാണ് കാണുന്നത് എന്ന് പറഞ്ഞാൽ വിശുദ്ധമായി പവിത്രമായി കാണുന്നു. സോ ഹിയർ ഓപ്ഷനിൽ ബാപ്റ്റിസൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ക്രിസ്ത്യൻ ടേംസ് ആണ് തന്നിട്ടുള്ള. അതല്ല, ബാപ്റ്റിസൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാമോദീസ ജ്ഞാനസ്നാനം എന്ന് പറയും. ദെൻ ഓപ്ഷൻ ബി സാങ്ക്ടിഫൈഡ് എന്ന് പറഞ്ഞാൽ പവിത്രമായത് എന്നുള്ള മീനിങ് ആണ്. ഓപ്ഷൻ സി ക്രൗൺ കിരീടം ധരിപ്പിക്കുക എന്നുള്ള മീനിങ്, ഡെക്കറേറ്റ് അലങ്കരിക്കുക. സോ ഹിയർ ഓപ്ഷൻ ബി സാങ്ക്ടിഫൈഡ് പവിത്രമായി എന്നല്ല ഇവിടെ വരിക. സോ ഓപ്ഷൻ ബി is the answer, sanctified. Question number 14. Hang together means die together, live together, work in union, work alone. Answer option C, work in union. സോ ഇനി ഹാങ് ടുഗദർ എന്ന് കണ്ടാൽ മനസ്സിലാക്കുക ഒരുമിച്ച് വർക്ക് ചെയ്യുക, ഒരു യൂണിയനായി വർക്ക് ചെയ്യുന്നതിനെയാണ് ഹാങ് ടുഗദർ എന്ന് പറയുന്നത്. 15th question. The synonym of remorse is options intelligent, benevolent, regret, angry. Answer option C, regret. ഇവിടെ റിമോഴ്സ് എന്നാൽ അതിന് പറ്റിയ സമാനമായിട്ടുള്ള മറ്റൊരു മീനിങ് തെരഞ്ഞെടുത്തെഴുതുക. റിമോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളം മീനിങ് ഒരു മനസാക്ഷി ഇല്ലാത്ത അങ്ങനെ ഒരു മീനിങ് ആണ്. നമുക്ക് സ്വന്തമായിട്ട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് നമുക്ക് തോന്നാത്തൊരു ഭാവം. സോ ഹിയർ ഫസ്റ്റ് ഓപ്ഷൻ ഇന്റലിജന്റ് അല്ല, ഇന്റലിജന്റ് മീനിങ് അറിയാലോ. ദെൻ ബെനവലന്റ് എന്ന് പറഞ്ഞാൽ ദയാലു എന്നുള്ള അർത്ഥം. ദെൻ ഓപ്ഷൻ സി റിഗ്രറ്റ് തന്നെയാണ് റിമോഴ്സിന് സെയിം ആയിട്ടുള്ള. നമുക്കൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ റിഗ്രറ്റ് തോന്നാതിരിക്കുക, അതിനെ ഒരു മനസാക്ഷി കുത്തെന്ന് പറയില്ലേ, അത് ചെയ്ത് തെറ്റാണെന്ന് തോന്നാതിരിക്കുന്ന ഒരു ഭാവം. ദെൻ ഓപ്ഷൻ ഡി ആംഗ്രി ആണ്, ദേഷ്യം എന്നുള്ളത്. സോ ഹിയർ റിമോഴ്സ് എന്ന് പറഞ്ഞാൽ റിഗ്രറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 16. ഇവിടെ ആക്റ്റീവ് വോയിസിനെ പാസീവിലേക്ക് മാറ്റാനുള്ളതാണ്. പീറ്റർ പോസ്റ്റഡ് ദ ലെറ്റർ, ചേഞ്ച് ദ വോയിസ് ഓഫ് ദ വെർബ്. ഓപ്ഷൻസ് the letter is posted by Peter, the letter was posted by Peter, the letter were posted by Peter and the letter are posted by Peter. Here നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ആക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സബ്ജക്റ്റ് ആയിരിക്കും ആ ആക്ഷനെ പ്രൊസീഡ് ചെയ്യുക, സബ്ജക്റ്റ് ആയിരിക്കും ആ ആക്ഷൻ അവിടെ നിർവഹിക്കുന്നത്. എന്നാൽ പാസീവിലേക്ക് എഴുതുമ്പോഴോ സബ്ജക്റ്റ് ആയിരിക്കും ആ ആക്ഷൻ റിസീവ് ചെയ്യുക, അതായത് സബ്ജക്റ്റ് ആയിരിക്കും ഏറ്റവും ലാസ്റ്റ് എഴുതേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിലെല്ലാം അങ്ങനെയാണ്. ബട്ട് ഹിയർ ജസ്റ്റ് ആ സെന്റൻസ് നോക്കൂ. പീറ്റർ പോസ്റ്റഡ് ദ ലെറ്റർ, പീറ്റർ എന്ത് ചെയ്തു, ലെറ്റർ പോസ്റ്റ് ചെയ്തു. അപ്പം അതിനെ നമ്മൾ ആ വോയിസ് ചേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ ആ തന്നിരിക്കുന്ന സെന്റൻസ് ജസ്റ്റ് ഒരു സിമ്പിൾ പ്രസന്റിലാണ് അല്ലെ, സിമ്പിൾ പാസ്റ്റിലാണ് തന്നിരിക്കുന്നത്. പീറ്റർ പോസ്റ്റഡ് ദ ലെറ്റർ. അതിനെ നമ്മൾ സെയിം ആയിട്ട് തിരിച്ചെഴുതുമ്പോൾ ദ ലെറ്റർ വാസ് പോസ്റ്റഡ് ബൈ ദ പീറ്റർ. അതിൽ ഒരു മാറ്റവും ഇല്ല. ജസ്റ്റ് എന്ത് ചെയ്യുക, ആ ദ ലെറ്റർ എന്നുള്ളത് ഫസ്റ്റ് എഴുതുക, പിന്നെ പീറ്റർ എന്നുള്ളത് ഏറ്റവും അവസാനവും എഴുതുക. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി, ദ ലെറ്റർ വാസ് പോസ്റ്റഡ് ബൈ പീറ്റർ. ക്വസ്റ്റ്യൻ നമ്പർ 17. നെയ്തർ സൂസൻ നോർ ടോം ഡാഷ് അവൈലബിൾ. ഓപ്ഷൻസ് ആർ, were, is, have. ആൻസർ ഓപ്ഷൻ സി ഈസ്, ബിക്കോസ് ഇവിടെ സബ്ജക്റ്റ് സിംഗുലർ ആണ്. നെയ്തർ സൂസൻ നോർ ടോം എന്നുള്ളതിൽ ബോത്ത് സൂസൻ ആൻഡ് ടോം ദേ ആർ സിംഗുലർ. അതുകൊണ്ട് വെർബും എന്ത് ചെയ്യണം, ഹെൽപ്പിംഗ് വെർബും സിംഗുലർ ആയിരിക്കണം. സോ ആൻസർ ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ നമ്പർ 18. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെന്റൻസ് ഈസ് റോങ്? ഓപ്ഷൻസ് one of the students write the examination, bread and butter is good for health, the accident took place 2 days ago, my room is upstairs. Answer option A, one of the students write the examination. Here തന്നിട്ടുള്ള സെന്റൻസുകളിൽ തെറ്റായ ഓപ്ഷൻ ആണ് എടുത്തെഴുതേണ്ടത്. ഓപ്ഷൻ എ ആണ് തെറ്റ്, കാരണം വൺ ഓഫ് ദി സ്റ്റുഡൻസ് എന്ന് പറയില്ല. കുട്ടികൾ ഒരാളെന്ന് പറയുമ്പോൾ അവിടെ സ്റ്റുഡൻസ് പ്ലൂറൽ ഫോം ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. വൺ ഓഫ് ദി സ്റ്റുഡന്റ് എന്ന് പറയുമ്പോഴാണ് ശരിയാവുക. സോ വൺ ഓഫ് ദി സ്റ്റുഡൻസ് എന്ന പ്രയോഗം തെറ്റായതിനാൽ ഓപ്ഷൻ എ is the wrong statement. 19th question. You had better dash. Options consulted a doctor, consulting a doctor, consult a doctor, to consult a doctor. Answer is option C, consult a doctor. ഇങ്ങനത്തെ ക്വസ്റ്റ്യന് വളരെ ഈസിയാണ്. ഹാഡ് ബെറ്റർ യൂസേജ് കണ്ടിട്ടുണ്ടെങ്കിൽ ഹാഡ് ബെറ്ററിന് ശേഷം വെർബിന്റെ ഫസ്റ്റ് ഫോമേ വരുള്ളൂ. ഹാഡ് ബെറ്റർ പ്ലസ് V1 ഫോം. ഹിയർ കൺസൾട്ട് എ ഡോക്ടർ എന്നുള്ളതിൽ കൺസൾട്ട് എന്നുള്ളത് എന്താണ്, V1 ഫോം ആണ്. ബാക്കിയുള്ള എല്ലാ ഓപ്ഷനിലും നോക്കിക്കഴിഞ്ഞാൽ എയും ബിയും വെർബിന്റെ ED ഫോമും ING ഫോമും ഒക്കെ യൂസ് ചെയ്തിട്ടില്ലേ, സോ അതാവില്ല. പിന്നെ ഓപ്ഷൻ ഡിയിൽ ടു കൺസൾട്ട് എ ഡോക്ടർ എന്ന് കാണാം. ഹാഡ് ബെറ്ററിന്റെ കൂടെ ഒരിക്കലും ഹാഡ് ബെറ്ററിന് ശേഷം ഒരിക്കലും ഒരു പ്രിപ്പോസിഷൻ ഒരു ലിങ്കിങ് വേർഡും വരില്ല.
ഹാഡ് ബെറ്ററിന് ശേഷം എപ്പോഴും വെർബിന്റെ ഫസ്റ്റ് ഫോമേ വരുള്ളൂ. സോ ഓപ്ഷൻ സി ഈസ് ദ ആൻസർ, കൺസൾട്ട് എ ഡോക്ടർ. യു ഹാഡ് ബെറ്റർ, കൺസൾട്ട് എ ഡോക്ടർ ഈസ് ദ ആൻസർ. Last question, we dash here for an hour. Options, been waiting, have been waiting, waits, have waiting. Answer option B, have been waiting. The given sentence which is in present perfect continuous form. Present perfect continuous എന്നാൽ ഒരു കാര്യം തൊട്ട് മുമ്പ് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുക. ഹിയർ വി ഡാഷ് ഹിയർ ഫോർ ആൻ അവർ. ഞങ്ങൾ ഒരു മണിക്കൂറായിട്ട് ഇവിടെ ഇരിക്കുകയാണ്. സോ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് അല്ലെ. സോ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന്റെ ഫോം പറഞ്ഞിരിക്കണം സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് ഫോം ഓഫ് ing ആണ്. സോ ഓപ്ഷൻ ബി, ഹാവ് ബീൻ വെയിറ്റിംഗ് ഈസ് ദ ആൻസർ. Thank you everyone for watching this video. We'll meet you in next episode with another question paper. As I said first, stay positive, work hard, make it happen.